നമസ്കാരം. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ഡൽഹിയിൽ വൻ ഭീകരാക്രമണ പദ്ധതി തകർത്ത് സുരക്ഷാ സേന. 9 ഭീകരർ അറസ്റ്റിൽ. ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടികൂടി. തന്ത്രപ്രധാന മേഖലകൾ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നതായി പോലീസ്. പിടിയിലായത് ISIയുമായി ബന്ധമുള്ളവർ. സംസ്ഥാനത്ത് തിരൂരങ്ങാടിയിൽ ലോറി നിറയെ സ്ഫോടക വസ്തുക്കൾ എത്തിയ പശ്ചാത്തലത്തിൽ 4 ജില്ലകളിൽ NIA റെയ്ഡ്. മാസപ്പടി കേസിൽ അന്വേഷണം തടയണമെന്ന CMRL ഹർജിയെ ശക്തമായി നേരിടാൻ ED. തെളിവുകൾ മുദ്രവെച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കും. മാസപ്പടിയായി ലഭിച്ച പണം വിദേശ അക്കൗണ്ടുകളിലേക്ക് കൈമാറിയെന്ന് ഷോൺ ജോർജ്. EDക്ക് കത്ത് നൽകി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഇന്ന് 6 പേർ കൂടി അറസ്റ്റിൽ. 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ വധശ്രമ കുറ്റം ചുമത്തി ക്രൈംബ്രാഞ്ച്. നടപടി പ്രതികൾ കീഴടങ്ങാനെത്തുമെന്ന സൂചന നിലനിൽക്കെ പുതിയ വകുപ്പുകൾ ചേർത്ത റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച് SIT. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. ശക്തമായ ഇടിമിന്നലിനും സാധ്യത. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കാലവർഷത്തിന് മുൻപ് നടപടികൾ പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി. ജൂൺ 9 മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളുടെ അവലോകന യോഗം ചേർന്നു. കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാർ ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ചടങ്ങ് ലോക് ഭവനിൽ നടത്താൻ തീരുമാനം. സത്യപ്രതിജ്ഞ ചെയ്യുന്നവരിൽ G പരമേശ്വരിയും KJ ജോർജും ഉൾപ്പെടെ 9 പേർ. സിദ്ധരാമയ്യെ കോർ കമ്മിറ്റി ചെയർമാനാക്കും. ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന് ഏഷ്യൻ ഗെയിംസ് യോഗ്യതാ ട്രയൽസിൽ നിരാശ. വനിതകളുടെ 50 കിലോഗ്രാം വിഭാഗം സെമിയിൽ മീനാക്ഷിയോട് 6-4 എന്ന സ്കോറിന് പരാജയപ്പെട്ടു. പരാതിയുമായി വിനേഷ് ഫോഗട്ട്. സിസ്റ്റം എല്ലാം തനിക്കെതിരെ നിന്നുവെന്ന് വിമർശനം. ഡൽഹിയിൽ വൻ ഭീകരാക്രമണ പദ്ധതി തകർത്ത് സുരക്ഷാ സേന. ആണവ കേന്ദ്രങ്ങളടക്കം രാജ്യത്തെ തന്ത്രപ്രധാന മേഖലകൾ ആക്രമിക്കാൻ ആസൂത്രണം ചെയ്ത 9 ഭീകരരെ ഡൽഹി പോലീസ് പിടികൂടി. തോക്കും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു. ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന IB റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന ശക്തമാക്കിയിരുന്നു. പാകിസ്ഥാൻ ചാരസംഘടന ISIയുമായും ഭീകരൻ ദാവൂദ് ഇബ്രാഹിമുമായും ബന്ധമുള്ള 9 ഭീകരരെയാണ് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് വൻ ആയുധശേഖരവും പിടിച്ചെടുത്തു. ആണവ കേന്ദ്രങ്ങൾ, വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങി രാജ്യത്തെ തന്ത്രപ്രധാന മേഖലകളിൽ ഭീകരാക്രമണം നടത്താനായിരുന്നു ഇവരുടെ പദ്ധതി. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെയും ആക്രമണത്തിന് ആസൂത്രണം ചെയ്തിരുന്നു. ഡൽഹി, മുംബൈ, പഞ്ചാബ് സ്വദേശികളും വിദേശികളും ഉൾപ്പെടെയുള്ളവരാണ് പിടിയിലായതെന്നും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. അറസ്റ്റിലായവരുടെ പണമിടപാടും സമൂഹ മാധ്യമങ്ങളിലെ അക്കൗണ്ടും പരിശോധിച്ചതിലൂടെ ഭീകരബന്ധം വ്യക്തമായിട്ടുണ്ട്. രാജ്യതലസ്ഥാനത്ത് ഭീകരാക്രമണം നടത്താൻ പാകിസ്ഥാൻ ഭീകര സംഘടനകൾ ഗൂഢാലോചന നടത്തിയതായി നേരത്തെ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഭീകരർ പിടിയിലായത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വടക്കൻ കേരളത്തിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ വ്യാപക പരിശോധന. മലപ്പുറം ചെമ്മാട്ടിൽ വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ കേസ് NIA ഏറ്റെടുത്തത് പിന്നാലെയാണ് മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഒരേ സമയം റെയ്ഡ് നടത്തിയത്. മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിലും വണ്ടൂരിലും കാസർഗോഡ് ചിറ്റാരിക്കലിലുമാണ് പ്രധാനമായും പരിശോധന നടന്നത്. കാസർഗോഡ് നടത്തിയ റെയ്ഡിൽ ഉഗ്ര സ്ഫോടക ശേഷിയുള്ള ജലാറ്റിൻ സ്റ്റിക്കുകൾ NIA പിടിച്ചെടുത്തു. മലബാറിലെ 4 ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് പുലർച്ചെയാണ് NIA സംഘം ഒരേ സമയം പരിശോധന നടത്തിയത്. ഫെബ്രുവരി 7 മലപ്പുറം ചെമ്മാട്ടിൽ ഉള്ളിച്ചാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ചു കടത്തിയ വൻ സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയ കേസിലാണ് കേന്ദ്ര ഏജൻസിയുടെ നിർണായക നീക്കം. മലപ്പുറം ജില്ലയിൽ 2 ഇടങ്ങളിലാണ് പരിശോധന നടന്നത്. തിരൂരങ്ങാടി ചെമ്മാട്ടിലെ ഹോളോബ്രിക്സ് സ്ഥാപനത്തിലും ലോറി ഉടമയുടെ വണ്ടൂരിലെ പുതിയത്തുകുന്നിലെ ഭാര്യ വീട്ടിലുമാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. കർണാടകയിലെ ബീജാപൂരിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തിയതെന്ന് ലോക്കൽ പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. കാസർഗോഡ്, ചിറ്റാരിക്കൽ, കടുമേനിയിലും NIA സംഘം പരിശോധന നടത്തി. ഇവിടെ നടത്തിയ തെരച്ചിലിൽ കടുമേനി സ്വദേശി ജോർജിന്റെ വീട്ടിൽ നിന്ന് ഉഗ്രശേഷിയുള്ള ജലാറ്റിൻ സ്റ്റിക്കുകൾ NIA സംഘം കണ്ടെടുത്തു. ഇവ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ചില കേന്ദ്രങ്ങളിലും പരിശോധനകൾ നടന്നു. ഫെബ്രുവരിയിൽ ചെമ്മാട്ടുനിന്ന്
90,000 ജലാറ്റിൻ സ്റ്റിക്കുകളും 10,000-ലധികം ഡിറ്റനേറ്ററുകളുമാണ് പിടികൂടിയിരുന്നത്. കേസിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അനധികൃത ക്വാറി ആവശ്യങ്ങൾക്കാണ് ഇവ കൊണ്ടുവന്നതെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും ഇത്രയും ഭീമമായ അളവിൽ സ്ഫോടക വസ്തുക്കൾ അതിർത്തി കടന്ന് എത്തിയതിനു പിന്നിൽ അട്ടിമറി നീക്കങ്ങളോ സംഘടിത കുറ്റകൃത്യങ്ങളോ ഉണ്ടോ എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി പരിശോധിക്കുന്നത്. പിടിച്ചെടുത്ത ഡിജിറ്റൽ രേഖകളും ഫോണുകളും വരും ദിവസങ്ങളിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. അമൃത ന്യൂസ്, മലപ്പുറം. ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിലെ മുഖ്യ സൂത്രധാരൻ വിശ്വദീപ് ദാസിന്റെ കൂട്ടാളി പിടിയിൽ. ജയ്പൂർ സ്വദേശി യഷിനെയാണ് കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം പിടികൂടിയത്. ഭൂട്ടാനിലെത്തി വാഹനങ്ങൾ കണ്ട് കരാർ ഉറപ്പിക്കുന്നത് യഷാണെന്നാണ് കസ്റ്റംസ് കണ്ടെത്തൽ. ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിലെ മുഖ്യ സൂത്രധാരൻ വിശ്വദീപ് ദാസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളുടെ കൂട്ടാളിയായ ജയ്പൂർ സ്വദേശി യഷ് പിടിയിലായത്. ജയ്പൂരിലെത്തിയാണ് കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം യഷിനെ പിടികൂടിയത്. ഭൂട്ടാനിലെത്തി വാഹനങ്ങൾ കണ്ട് കരാർ ഉറപ്പിക്കുന്നത് യഷാണെന്നാണ് കസ്റ്റംസ് കണ്ടെത്തൽ. ഈ വാഹനങ്ങൾ ഇയാൾ ഡൽഹിയിലേക്കും രാജസ്ഥാനിലേക്കുമാണ് എത്തിച്ചിരുന്നത്. ഇവിടെ നിന്ന് കേരളത്തിലേക്കും കാറുകൾ കടത്തിയെന്നും കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. പിടിയിലായ യഷിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേസിൽ വിശ്വദീപ് ദാസ്, അസമിലെ ബോംഗേഗാവ് സ്വദേശിയും മോട്ടോർ വാഹന വകുപ്പിലെ DTOയുമായ ദീപക് പട്ടോവാരി, അസം സ്വദേശികളായ അയൂബ് അലി, റിങ്കുവെന്ന MD മുസ്തഫ, ജലാൽ മണ്ഡൽ എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിലായി വാഹനക്കടത്തിൽ പങ്കാളികളായ നിരവധി പേരുടെ വിവരങ്ങൾ വിശ്വദീപ് വെളിപ്പെടുത്തിയിരുന്നു. ഇവരിൽ ചിലരാണ് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിന്റെ വലയിലായത്. നികുതി വെട്ടിപ്പിലൂടെ 500ഓളം വാഹനങ്ങളായിരുന്നു കടത്തിയത്. SSB, ബംഗാൾ കസ്റ്റംസ് പ്രിവന്റീവ് യൂണിറ്റ്, ഷില്ലോങ് കസ്റ്റംസ് എന്നിവയുടെ സഹായത്തോടെയായിരുന്നു കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിന്റെ അന്വേഷണം. അമൃത ന്യൂസ്, കൊച്ചി. മാസപ്പടി കേസിൽ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുള്ള CMRL ഹർജിയെ ശക്തമായി നേരിടാൻ ED. തെളിവുകൾ മുദ്രവെച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കും. കേസ് പരിഗണിക്കുമ്പോൾ EDക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹാജരാക്കും. അതേസമയം സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരെ എത്തിക്കാനാണ് CMRL നീക്കം. CMRL നൽകിയ ഹർജി കോടതി പരിഗണിക്കുമ്പോൾ ശക്തമായി നേരിടാനാണ് EDയുടെ നീക്കം. ഇതിനായുള്ള മുന്നൊരുക്കങ്ങൾ ED ആരംഭിച്ചു. റെയ്ഡിനിടെ പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകളുടെ അടക്കം പരിശോധന ഉടൻ പൂർത്തിയാക്കാനും ED ശ്രമിക്കുന്നുണ്ട്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ മരവിപ്പിച്ച വീണയുടെ ലോക്കർ തുറന്നു പരിശോധിക്കാനും ED ഒരുങ്ങുകയാണ്. HDFC ബാങ്കിലെ ലോക്കറാണ് പരിശോധിക്കുക. പരിശോധനകൾക്ക് ശേഷം വീണയെ ചോദ്യം ചെയ്യുന്നതിനായി ഉടൻ സമൻസ് അയക്കും. ED അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ അപ്പീൽ തിങ്കളാഴ്ച പരിഗണിക്കും. അപ്പീലിൽ അന്തിമ വിധി വരും വരെ തുടർ നടപടികൾ വിലക്കണമെന്നാണ് ആവശ്യം. അന്തിമ ഉത്തരവുണ്ടാവുന്നതുവരെ പരിശോധന, ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ നിർത്തിവെക്കണമെന്നും ഇതിനായി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും അപ്പീലിൽ ആവശ്യപ്പെടുന്നുണ്ട്. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരെ രംഗത്തിറക്കി ED അന്വേഷണത്തെ തടയാനാണ് CMRL നീക്കം. അമൃത ന്യൂസ്, കൊച്ചി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPMന് തിരിച്ചടി. 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ നരഹത്യാശ്രമ കുറ്റം ചേർത്ത് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മുൻപ് പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കാത്തതിന്റെ പേരിൽ അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും കോടതിയുടെ വിമർശനം നേരിടേണ്ടി വന്നിരുന്നു. ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ വിമർശനം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക വിവരം. കട്ടിളപ്പാളികൾ മാറ്റിയിട്ടില്ലെന്ന അന്തിമ ശാസ്ത്രീയ റിപ്പോർട്ട് SITക്ക് ലഭിച്ചു. പൊതിഞ്ഞ സ്വർണം മാത്രമാണ് മോഷണം പോയത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ജംഷഡ്പൂരിലെ ലാബിൽ നിന്നുമാണ് ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാന റിപ്പോർട്ടാണ് SITക്ക് മുന്നിലെത്തി നിൽക്കുന്നത്. സ്വർണം മോഷണം പോയതിൽ വിശദാംശങ്ങൾ തേടിയപ്പോഴാണ് സ്വർണത്തോടൊപ്പം കട്ടിളപ്പാളികൾ തന്നെ മോഷണം പോയിട്ടുണ്ടോ എന്ന സംശയം ഉടലെടുത്തത്. ആദ്യം VSSCയിലാണ് സാമ്പിളുകൾ നൽകിയിരുന്നത്. വ്യക്തത കിട്ടാത്തതിനാൽ ജംഷഡ്പൂരിലെ ലാബിൽ നൽകുകയായിരുന്നു. ദ്വാരപാലക, ശില്പപാളി, കട്ടിളപ്പാളി എന്നിവയിൽ നിന്നാണ് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചത്. അതിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിലാണ് കട്ടിളപ്പാളികൾ ഒന്നും മോഷണം പോയിട്ടില്ല എന്ന് വ്യക്തമാകുന്നത്. ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലാബിലെ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാമെന്നാണ് SIT കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നത്. കുറ്റപത്രം സമർപ്പിക്കുന്നതിലെ തടസ്സം ശാസ്ത്രീയ പരിശോധനാ ഫലം വൈകുന്നതായിരുന്നു. റിപ്പോർട്ട് കിട്ടിയ സാഹചര്യത്തിൽ SIT കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് ശേഷം മണിക്കൂറുകൾ നീണ്ട ശക്തമായ മഴ. ഏകദേശം 2 മണിക്കൂർ നീണ്ട മഴയിൽ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കിഴക്കേക്കോട്ട, ബേക്കറി എന്നിവിടങ്ങളിലാണ് വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഇതേ തുടർന്ന് വലിയ ഗതാഗത കുരുക്കുമുണ്ടായി. അതേസമയം വൈകുന്നേരത്തോടെ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിട്ടുണ്ട്. വരും മണിക്കൂറുകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. തിരുവനന്തപുരം ജില്ലയിൽ യെല്ലോ അലർട്ട് തുടരുന്നു. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി ഉന്നതതല യോഗം. ഡാമുകളുടെ സുരക്ഷ ഉറപ്പാക്കാനും പകർച്ചവ്യാധികൾ തടയാനും സ്കൂൾ കെട്ടിടങ്ങളും പരിസരവും അപകടരഹിതമെന്ന് ഉറപ്പാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവുമായും കേന്ദ്ര ഏജൻസികളുമായും ആശയവിനിമയം ഏകോപിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും മണ്ണിടിച്ചിലുൾപ്പെടെയുള്ള ദുരന്ത സാധ്യതകളും മുന്നിൽ കണ്ട് എല്ലാ വകുപ്പുകളും മുൻകരുതലുകൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ച ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. കാലാവസ്ഥാ പ്രവചനങ്ങൾ കൂടുതൽ ശാസ്ത്രീയമാക്കുന്നതിനായി കേന്ദ്ര ഏജൻസികളുമായും കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനങ്ങളുമായും ഏകോപനം ശക്തമാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഡാമുകളുടെ സുരക്ഷ, മഴയുടെ ലഭ്യത, നീരൊഴുക്ക് എന്നിവ ശാസ്ത്രീയമായി നിരീക്ഷിക്കണം. അണക്കെട്ടുകളിലെ ജലനിരപ്പ് റൂൾ കർവിന് മുകളിൽ എത്തുന്നില്ല എന്ന് ഉറപ്പാക്കണം. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിലെ കുടുംബങ്ങളുടെയും അതിഥി തൊഴിലാളികളുടെയും വിവരശേഖരണം നടത്തി മുന്നറിയിപ്പുകൾ സമയബന്ധിതമായി ഒരുക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾ മഴക്കാലപൂർവ്വ ശുചീകരണം അടിയന്തരമായി പൂർത്തിയാക്കണം. ദുരിതാശ്വാസ ക്യാമ്പുകളായി ഉപയോഗിക്കുന്ന കെട്ടിടങ്ങളിൽ ശുചിമുറി, വൈദ്യുതി, ലൈറ്റ്, ഫാൻ, അടുക്കള എന്നിവ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. റോഡുകളിലെ കുഴികൾ അടയ്ക്കുകയും അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും വേണം. സ്കൂളുകളുടെ സുരക്ഷ പരിശോധിച്ച് ചുറ്റുമതിൽ, മേൽക്കൂര, സമീപത്തെ മരങ്ങൾ എന്നിവ അപകടാവസ്ഥയിലല്ലെന്ന് ഉറപ്പാക്കണമെന്നും നിർദ്ദേശിച്ചു. ആരോഗ്യമേഖലയിൽ ആവശ്യമായ മരുന്നുകളുടെ ലഭ്യതയും ഉറപ്പാക്കണം. ആഭ്യന്തരമന്ത്രി, ആരോഗ്യമന്ത്രി, റവന്യൂ മന്ത്രി, ചീഫ് സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറിമാർ, ജില്ലാ കളക്ടർമാർ, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കാലവർഷം മുന്നിൽ കണ്ടുള്ള മുന്നൊരുക്കങ്ങൾ വേഗത്തിലാക്കിയിരിക്കുകയാണ് കൊച്ചി കോർപ്പറേഷൻ. ഓടകളും കാനകളും ഒരു പരിധിവരെ ഇതിനോടകം വൃത്തിയാക്കി കഴിഞ്ഞു. അപകടകരമായ മരങ്ങളും ശിഖരങ്ങളും ഉടൻ മുറിച്ചു മാറ്റുമെന്ന് മേയർ VK മിനിമോൾ അമൃത ന്യൂസിനോട് പറഞ്ഞു. മഴ ഏറെ ദുരിതം വിതയ്ക്കുന്ന നഗരമാണ് കൊച്ചി. എല്ലാ മഴക്കാലത്തും നഗരപ്രദേശങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ വെള്ളം കയറും. ഇത്തവണ അത് പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കൊച്ചി കോർപ്പറേഷൻ. കഴിഞ്ഞ തവണ വലിയ നാശനഷ്ടമുണ്ടാക്കിയ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുണ്ടെന്ന് മേയർ VK മിനിമോൾ അമൃത ന്യൂസിനോട് പറഞ്ഞു. വലിയ കനാലുകളുടെ പെടപ്പള്ളിത്തോട്, ചങ്ങാടംപോക്ക്, തേവര പേരണ്ടൂർ, മാന്ത്ര കനാൽ തുടങ്ങിയ കനാലുകളുടെ വർക്കിലാണ് ചെറിയൊരു വിഷയം നമുക്ക് വന്നത്. അത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഡിക്ലറേഷൻ വന്നതിന് ശേഷം അതിൻ്റെ വർക്ക് ഓർഡർ കൊടുക്കുന്നതിൽ ചെറിയൊരു ഡിലേ വന്നിരുന്നു. അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മൾ ഇലക്ഷൻ്റെ കോഡ് ഓഫ് കോണ്ടക്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുള്ളതാണ്. ഇതിലെനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ. കോർപ്പറേഷൻ കോടിക്കണക്കിന് രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് വർക്കുകളുടെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ എല്ലാ വർഷവും ചിലവഴിക്കുന്നത്. പക്ഷെ പലപ്പോഴും അതിൻ്റെ പരിപൂർണമായ ഒരു ഫലം കോർപ്പറേഷന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇല്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ചെളി കോരി മാറ്റി നീക്കം ചെയ്യുന്നതിനുള്ള കൺവെൻസ് ഉൾപ്പെടെയാണ് ടെൻഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ എല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടായാൽ തീർച്ചയായും ഒരു പരിധിവരെ വെള്ളക്കെട്ടിൽ നിന്ന് നമുക്ക് ഇപ്രാവശ്യം കൊച്ചിയെ രക്ഷിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട ഓരോ ഡിവിഷനിലും പ്രവർത്തനങ്ങൾ കോർപ്പറേഷൻ വിലയിരുത്തിയിട്ടുണ്ട്. പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തി റിപ്പോർട്ട് നൽകാനും നിർദ്ദേശമുണ്ട്. അപകട ഭീഷണി ഉയർത്തുന്ന മരച്ചില്ലകളും വെള്ളക്കെട്ടുകളും ഒഴിവാക്കുന്നതിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വലിയ മരങ്ങളുടെ കമ്പുകൾ വീണുണ്ടാവുന്ന അപകട സാധ്യതയൊക്കെ മഴക്കാലത്ത് ഉണ്ടാവുന്നത് സാധാരണയായ ഒരു കാര്യമാണ്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഡിവിഷനിലെയും 76 ഡിവിഷനിലെയും സാനിറ്റേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ 50,000 രൂപ വെച്ച് അത്തരം അപകടാവസ്ഥ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തുക കൈമാറിയിട്ടുണ്ട്. അടിയന്തര കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ തുക ഉപയോഗിച്ച് പ്രവർത്തികൾ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെയും എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി സ്ക്വാഡിന് രൂപം നൽകിയിട്ടുണ്ട്. ഈ സ്ക്വാഡായിരിക്കും കാലവർഷ സമയത്ത് നഗരത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ കൺട്രോൾ റൂമും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. മുല്ലപ്പെരിയാറിൽ നിന്നും കൂടുതൽ വെള്ളം ആവശ്യപ്പെട്ട് TVK അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുമ്പോൾ ഇടുക്കിയിലേക്ക് ഒഴുകുന്ന വെള്ളം തമിഴ്നാടിന് നൽകണം. തമിഴ്നാട് കമ്പം MLA ജഗന്നാഥ് മിശ്രയാണ് ആവശ്യമുന്നയിച്ചത്. നിലവിലെ സംഭരണശേഷി വർദ്ധിപ്പിക്കേണ്ടതില്ല. നിലവിലെ സാഹചര്യത്തിൽ ഡാം നിറയുമ്പോൾ അധികമായി വരുന്ന വെള്ളം ഇടുക്കിയിലേക്ക്
ഒഴുക്കുകയാണ് ചെയ്യുന്നത്. ഇത് തമിഴ്നാട്ടിലേക്ക് ഒഴുക്കണം. മുല്ലപ്പെരിയാർ വിഷയം രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കരുതെന്നും MLA ഇടുക്കി നെടുങ്കണ്ടത്ത് ஆവശ്யப்பட்டு. அது பூரா தமிழ்நாட்டுக்கு கொடுங்க. அது இல்லை கெப்பாசிட்டி, உங்களுக்கு கெப்பாசிட்டி, அதாவது முல்லை பெரியார் டேமோட கெப்பாசிட்டி போக அதுதான் எக்ஸஸ் வாட்டர். முல்லை பெரியார் அணையுடைய கெப்பாசிட்டி போக நான் லண்டன் போனேன். பெண்ணிக்கு செலவிறக்கம் கொண்டு லண்டன் போச்சு. ஸ்காட்லாந்தில் இருக்கக்கூடிய ஒரு 300க்கும் மேற்பட்ட அணைகளாம் ஆய்வு பண்ணோம். ഇടുക്കി ചിന്നക്കനാൽ മേഖലയിൽ വൻ കയ്യേറ്റം വനംവകുപ്പ് ഒഴിപ്പിച്ചു. ആനയിറങ്കൽ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്തടക്കം വ്യാപകമായി നടന്ന കയ്യേറ്റമാണ് ദേവികുളം റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം ഒഴിപ്പിച്ചത്. കാട്ടാനകളുടെ താവളമായി ഈ പ്രദേശത്ത് ആനകളെ പ്രതിരോധിക്കാൻ കയ്യേറ്റക്കാർ സ്ഥാപിച്ച കമ്പി വടങ്ങളും മുള്ളുവേലികളും വനംവകുപ്പ് മുറിച്ചുമാറ്റി. ഇടുക്കി ചിന്നക്കനാൽ വില്ലേജിലെ സർവേ നമ്പർ 34/1 ഉൾപ്പെടുന്ന സംരക്ഷിത മേഖലയിലാണ് കയ്യേറ്റമൊഴിപ്പിക്കൽ നടപടികളുമായി വനംവകുപ്പ് മുന്നോട്ടു പോകുന്നത്. 1.5 ഹെക്ടറോളം വരുന്ന അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള വനഭൂമി കയ്യേറ്റക്കാരുടെ പക്കൽ നിന്ന് വനംവകുപ്പ് തിരിച്ചുപിടിച്ചു. വനഭൂമിക്കൊപ്പം ആനയിറങ്കൽ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്തും വ്യാപകമായ കയ്യേറ്റമാണ് നടന്നിരിക്കുന്നത്. ഇവിടെ അതീവ രഹസ്യമായി കാടുവെട്ടിത്തെളിച്ച് വൻതോതിൽ ഏലം കൃഷി ചെയ്യുകയായിരുന്നു. അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് ഏക്കർ കണക്കിന് സ്ഥലം വെട്ടിത്തെളിച്ച് കൃഷി ഇറക്കാനുള്ള ഒരുക്കങ്ങളും കയ്യേറ്റക്കാർ നടത്തിയിരുന്നു. ആനയുടെ സ്വാഭാവികമായ വനമേഖലയിൽ ഇതിന് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം കയ്യേറ്റം ഇവരിങ്ങനെ തിരിച്ച് കയ്യേറുക. അപ്പോൾ നമ്മൾ ഇന്ന് ഏകദേശം 1.5 ഹെക്ടറോളം കംപ്ലീറ്റ് ഏലം കൃഷി വെട്ടിമാറ്റി അത് പുതിയതായിട്ട് തുടങ്ങുന്നുണ്ട്. പുതിയതായിട്ട് കമ്പ് നാട്ടി പുതിയതായിട്ട് ചെയ്തിരിക്കുന്ന ഏലത്തട്ടകൾ സഹിതം പറിച്ചു മാറ്റി ഈ വടം നമ്മൾ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് ഇത് മുറിയുന്നില്ല. നാളെ കൂടിയേ ഇത് കട്ട് ചെയ്ത് മാറ്റാൻ സാധിക്കുകയുള്ളൂ. മുറിച്ച് നമ്മൾ കേസ് എഴുതി പ്രതികൾ ആരാന്ന് ഇപ്പം നമുക്ക് കിട്ടിയിട്ടില്ല. ആരും ഇതിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കുന്നില്ല കൃഷി ചെയ്തവരാരാന്ന്. അതുകൊണ്ട് നമ്മൾ ഈ സെക്ഷനുകൾ ചേർത്ത് നമ്മൾ കോടതി കൊടുക്കുകയാണ്. 20ഓളം കാട്ടാനകൾ സ്ഥിരമായി തമ്പടിക്കുന്നതും സഞ്ചരിക്കുന്നതുമായ പ്രധാന ഇടനാഴിയാണിത്. ആനകൾ കൃഷിയിടത്തേക്ക് ഇറങ്ങാതിരിക്കാൻ കയ്യേറ്റക്കാർ വൻമരങ്ങളിൽ ഡ്രില്ലിംഗ് നടത്തി 2 ഇഞ്ചോളം കനമുള്ള കൂറ്റൻ കമ്പിവടങ്ങളും മുള്ളുവേലികളും ഉപയോഗിച്ച് പ്രതിരോധം തീർത്തിരിക്കുകയാണ്. JCB ഉപയോഗിച്ച് വലിച്ചാൽ പോലും പൊട്ടാത്ത രീതിയിലുള്ള വടങ്ങളാണ് ആനകളെ തടയാൻ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ആനകളെ തുരത്താൻ വനംവകുപ്പിന്റെ RRT സംഘം ശ്രമിച്ചുവെങ്കിലും ഈ കമ്പിവേലികൾ കാരണം ആനകൾക്ക് ഉൾക്കാട്ടിലേക്ക് പിൻവാങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഈ തടസ്സങ്ങളാണ് കാട്ടാനക്കൂട്ടം നിരന്തരമായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനും മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമാകാനും പ്രധാന കാരണമായതെന്ന് വനംവകുപ്പ് വ്യക്തമാക്കുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും വാച്ചർമാരെയും പ്രദേശവാസികൾ ആയുധങ്ങളുമായി ഭീഷണിപ്പെടുത്തിയിരുന്നു. വനംവകുപ്പ് ശക്തമായ നടപടികളിലൂടെ ഏലച്ചെടികൾ പൂർണ്ണമായും പിഴുതുമാറ്റുകയും കമ്പിവടങ്ങൾ മുറിച്ചു മാറ്റുകയും ചെയ്തു. ഈ പ്രദേശത്ത് പുതിയ ഫോറസ്റ്റ് ഔട്ട്പോസ്റ്റ് ഉടൻ സ്ഥാപിക്കുമെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. അമൃത ന്യൂസ്, ഇടുക്കി. മാലിന്യ പ്രശ്നത്തിൽ പൊറുതിമുട്ടി കോട്ടയം മാർക്കറ്റിലെ വ്യാപാരികളും തൊഴിലാളികളും. മാർക്കറ്റിനോട് ചേർന്നുള്ള സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും ശുചിമുറി മാലിന്യം ഓടയിലേക്ക് ഒഴുക്കുന്നതായാണ് പരാതി. പ്രശ്നപരിഹാരത്തിന് നടപടി ആവശ്യപ്പെട്ട് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന് വ്യാപാരികൾ പരാതി നൽകി. കോട്ടയം മാർക്കറ്റിനും KSRTC ബസ് സ്റ്റാൻഡിനും സമീപത്ത് പ്രവർത്തിക്കുന്ന ദിവസേന 100 കണക്കിന് ആളുകൾ എത്തുന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് ശുചിമുറി മാലിന്യങ്ങൾ ഓടയിലേക്ക് ഒഴുക്കുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത്. സ്ഥാപനത്തിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ നിർമ്മിച്ചിട്ടുള്ള സംഭരണി കവിഞ്ഞാണ് മലിനജലം മാർക്കറ്റിലെ ഓടയിലേക്ക് എത്തുന്നത്. ഇതുമൂലം കടുത്ത ദുർഗന്ധവും ആരോഗ്യ പ്രശ്നങ്ങളും കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് മാർക്കറ്റിലെ വ്യാപാരികളും തൊഴിലാളികളും ഇവിടെ എത്തുന്ന പൊതുജനങ്ങളും. കഴിഞ്ഞ 2 ആഴ്ച കാലമായിട്ടാണ് ഇത്രയും ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ ഇവർ മാലിന്യം തുറന്നു വിടുന്നത്. ഇവിടെ നിരവധി സ്ഥാപനങ്ങളുണ്ട്, ഇവിടെ ജോലിക്കാരുണ്ട്, അതുപോലെ തന്നെ യൂണിയനിലുള്ള ആൾക്കാരുണ്ട്. ഇവർക്കെല്ലാം ബുദ്ധിമുട്ട് രീതി വരുന്ന പോലെ ഭയങ്കരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിക്കാണ് ഇവർ തുറന്നു വിടുന്നത്. പല പ്രാവശ്യം ഇവരെ റിപ്പോർട്ട് ചെയ്തിട്ട് ഇവർ മാനേജർ ഉൾപ്പെടെയുള്ളവരെ നമ്മൾ കോൺടാക്ട് ചെയ്തതാണ്. അപ്പോൾ അവർ പറയുന്നത് 2 ദിവസത്തിനകം ഞങ്ങൾ നടപടി എടുക്കാൻ പെട്ടെന്ന് തന്നെ ചെയ്യാമായിരുന്നു. പക്ഷേ ഇതുവരെ ഒരു നടപടി അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ട്. മാർക്കറ്റിൽ ഓട പല ഭാഗത്തും തകർന്നിരിക്കുന്നതിനാൽ മാലിന്യം കലർന്ന ജലം റോഡിലൂടെയാണ് ഒഴുകുന്നത്. ഈ മലിനജലത്തിൽ ചവിട്ടിയാണ് ആളുകൾ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. ഈ സ്മെല്ല് വരും. ഇവർ ഈ ബാത്റൂമിന് ഇവിടെ എന്തോ ഒരു ടാപ്പ് എന്തോ ഉണ്ട്, അത് ഇവർ തുറക്കുക. മഴയത്ത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ആരും അറിയത്തില്ലല്ലോ. പക്ഷേ ഈ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പകൽ സമയങ്ങളിൽ മഴയില്ലാത്ത ടൈമുകളിൽ ഇത് തുറന്നങ്ങ് വിടുക. നമ്മുടെ തൊട്ട് താഴെ ഇതിൻ്റെ താഴ്വശമുള്ള കടയുടെ ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് വിടുന്നത്. അത് ചവിട്ടി വേണം ഞങ്ങൾ ജോലി ചെയ്യാനകത്തോട്ട് കയറാൻ വേണ്ടി. മാർക്കറ്റിൽ നിന്നും KSRTC ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നതിന് ആളുകൾ മുമ്പ് ആശ്രയിച്ചിരുന്ന റോഡ് മാലിന്യ പ്രശ്നം മൂലം ഉപയോഗശൂന്യമായി. ഇത് പെട്ടെന്ന് സ്റ്റാൻഡിലോട്ട് പോയിക്കൊണ്ടിരുന്ന വഴിയാണ്. ഇത് കുറച്ച് ഈ അടുത്ത ആണല്ലോ കുറേ ആൾ കൂടുതലായിട്ട് അതിലെയാണ് പോകുന്നത്. ഇതിൽ വേസ്റ്റ് വെള്ളം ഒരു മൂത്രം അതിൽ. മാസങ്ങളായി മാലിന്യ പ്രശ്നം മൂലമുള്ള ദുരിതം അനുഭവിച്ചു വരികയാണ് വ്യാപാരികളും തൊഴിലാളികളും, ഒപ്പം മാർക്കറ്റിൽ എത്തുന്നവരും. ഈ വെള്ളം റോഡിലേക്ക് ഒഴുകി മഴവെള്ളം കിഴക്കുനിന്ന് ഈ പൊക്കത്തുനിന്ന് വരുന്ന വെള്ളമായിട്ട്
മിസ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് പോവുക. അങ്ങനെ ഈ കടകൾക്കാർക്കെല്ലാം ദോഷമായിട്ട് ഞങ്ങൾ ജോലിക്കാർക്കും എല്ലാം ദോഷമായിട്ട്. മാലിന്യ പ്രശ്നം സ്ഥാപനാധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടിയുണ്ടായില്ല. ഇതേ തുടർന്ന് നഗരസഭാ അധികൃതർക്ക് പരാതി നൽകിയിരിക്കുകയാണ് വ്യാപാരികൾ. അമൃത ന്യൂസ്, കോട്ടയം. പത്തനംതിട്ട കോന്നിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞു. കോന്നി ആവോലിക്കുഴിയിലാണ് അധികം പ്രായം ചെന്നിട്ടില്ലാത്ത കൊമ്പനാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. കൃഷിയിടത്തിൽ അനധികൃതമായി വൈദ്യുതി കടത്തിവിട്ട വേലിയിൽ നിന്നും ആനയ്ക്ക് ഷോക്കേറ്റതെന്നാണ് വനം വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ സ്ഥല ഉടമയ്ക്കെതിരെ വനം വകുപ്പ് കേസെടുക്കും. ജനവാസ മേഖലയിൽ ഇറങ്ങിയ അധികം പ്രായം ചെന്നിട്ടില്ലാത്ത കൊമ്പനാനയാണ് കൃഷിയിടത്തിൽ ചരിഞ്ഞത്. ആവോലിക്കുഴി സ്വദേശിയായ സലീം കുമാർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥലം. സമീപവാസിയായ ചരിവുകാലായിൽ സന്തോഷ് എന്നയാൾ ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തു വരികയാണ്. കോലിഞ്ചി, വാഴ തുടങ്ങിയ വിളകളാണ് ഇവിടെ കൃഷി ചെയ്തിരുന്നത്. കാട്ടുപന്നിയും ആനയും അടക്കമുള്ള വന്യമൃഗങ്ങൾ പ്രദേശത്ത് വ്യാപകമാണെന്ന് നാട്ടുകാർ പറയുന്നു. കൃഷി സംരക്ഷിക്കാൻ വേണ്ടി സോളാർ ഫെൻസിങ് ഇടാറുണ്ട്. തന്നെയല്ല ഇവിടെ പുലി ശല്യമുണ്ട്. പുലിയെ ഭയന്ന് മനുഷ്യർ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ആ ജീവനാണല്ലോ ഏറ്റവും വലുത്. പുലിയെ ഭയന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് വൈകിട്ട് കിടക്കുന്നത്. രാത്രി കയറി വൈകിട്ട് ഇവിടെയൊക്കെ പ്രായമുള്ള അമ്മമാരും ഒക്കെ ഉള്ള വീടുകളാണ്. എല്ലാവരും വയ്യാത്തവരും ഒക്കെയാണ്. ഇവിടെയൊക്കെ ആരെങ്കിലും കയറി ഒരാളെ മുറ്റത്തോട്ടിറങ്ങുന്ന കൂട്ടത്തിൽ പുലിയോ കടുവയോ എന്തെങ്കിലും പിടിച്ചോണ്ട് പോയി എന്ത് ചെയ്യും? ആനകൾ ഇപ്പം നിത്യ സംഭവമായി വന്നിരിക്കുകയാണ്. ഇതെല്ലാം ആക്രമണകാരികളാണ്. ഈ കഴിഞ്ഞ ദിവസം ഈ ഒരാന അവിടെ ശശിധരൻ എന്ന് പറയുന്ന ഒരാളിനെ കൊല്ലാൻ വരെ സാഹചര്യം ഉണ്ടായി. ഈ ആന വന്നിട്ട് ഒരു മനുഷ്യനെ കൊന്നിട്ട് പോയായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ആര് സമാധാനം പറയും? ഇത് ആനയ്ക്കാകുമ്പോൾ ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട്. മനുഷ്യനിവിടെ ചോദിക്കാനും പറയാനും ആളില്ലാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ശക്തമായ നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇത് ജനങ്ങളുടെ മണ്ടയ്ക്കോട്ട് അടിച്ചേൽപ്പിക്കുക അല്ല വേണ്ടത്. ഇതിനെന്തെങ്കിലും നടപടി ഉണ്ടാക്കി തരാതെ പറ്റത്തേയില്ല. സ്ഥലത്ത് സ്ഥാപിച്ചിരുന്നത് സോളാർ വേലികളല്ല എന്നും നേരിട്ട് വേലിയിലേക്ക് വൈദ്യുതി കടത്തിവിടുകയായിരുന്നുവെന്നുമാണ് പ്രാഥമിക നിഗമനമെന്നും സ്ഥലം ഉടമയ്ക്കെതിരെ കേസെടുക്കുമെന്നും കോന്നി റേഞ്ച് ഓഫീസർ ശശീന്ദ്രകുമാർ അറിയിച്ചു. ഇതിപ്പം പ്രാഥമിക നിഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിഫിക്കേഷനാണ്. അതിന്റെ എല്ലാ എവിഡൻസും ഉണ്ട്. പിന്നെ അന്വേഷണം നടന്നു വരുന്നു. കൃഷി സ്ഥലമാണ്. പിന്നെ ഇപ്പോഴത്തോട്ട് ഒരു ജനവാസ മേഖലയാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം, കൃത്യമായിട്ടുള്ള മറുപടി പിന്നെ പറയാം. അനുമതിയില്ലാതെ അപകടകരമായ രീതിയിൽ വൈദ്യുത വേലി കെട്ടിയതടക്കമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിയായിരിക്കും വനം വകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്യുക. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. അമൃത ന്യൂസ്, പത്തനംതിട്ട. പോക്സോ കേസ് പ്രതിയുടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച യൂട്യൂബ് ചാനൽ നടത്തിപ്പുകാർ പിടിയിൽ. വിസ്മയ ന്യൂസ്, ശ്രീ ബ്ലോഗ് എന്നീ യൂട്യൂബ് ചാനൽ നടത്തിപ്പുകാർക്കെതിരെ അടൂർ പോലീസ് കേസെടുത്തു. പോലീസ് വഴി വീഡിയോ കിട്ടിയെന്നും അത് പ്രചരിപ്പിക്കും എന്നുമായിരുന്നു ഭീഷണി. 10 ലക്ഷം രൂപയാണ് ഇവർ ആവശ്യപ്പെട്ടത്. വിസ്മയ ന്യൂസിൽ പ്രവർത്തിക്കുന്ന അഗ്നി, അനീഷ് എന്നിവരാണ് പിടിയിലായത്. മറ്റു പ്രതികളെയും ഉടൻ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചു. അധികാരത്തിൽ നിന്നും പോയി എന്ന് കരുതി അതിവേഗ റെയിൽ പദ്ധതിയെ എതിർക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പദ്ധതി വരണം എന്നതാണ് നിലപാട്. പക്ഷേ അതിനു മുൻപ് കേരള ജനതയോട് സർക്കാർ മാപ്പ് പറയണമെന്നും MV ഗോവിന്ദൻ കോഴിക്കോട് പറഞ്ഞു. 4-5 വർഷം മുമ്പ് ആരംഭിച്ച് ഫലപ്രദമായിട്ട് കേരളത്തെ ഒരു 50 വർഷക്കാലത്തിൻ്റെ വളർച്ച ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന കേരയിൽ പരിപാടിയെ ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് എത്തിച്ച സമരം നടത്തി, പ്രക്ഷോഭം നടത്തി, കല്ല് എന്ന് പറഞ്ഞിട്ട് അതെല്ലാം പ്രതീകാത്മകമായിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. ആ തരത്തിലുള്ള നിലപാട് സ്വീകരിച്ച, ജനങ്ങളെ വഞ്ചിച്ച ഈ പറയുന്ന ഇപ്പോൾ പുതുതായിട്ട് വന്ന ഗവൺമെൻറ് ജനങ്ങളോട് ഈ കാര്യത്തിൽ മാപ്പ് പറയേണ്ടതാണ്. കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ് അതിവേഗ റെയിൽ പാത. അതിപ്പോൾ ഞങ്ങളുടെ കാലത്തായില്ല എന്നുള്ളതുകൊണ്ട് ഇനി ഒരിക്കലും ആവാൻ പാടില്ല എന്നുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല. കോഴിക്കോട് വടകരയിൽ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ വയോധികൻ ജീവനൊടുക്കിയ സംഭവത്തിൽ വടകര പോലീസ് അന്വേഷണം ആരംഭിച്ചു. കടത്തനാട് സഹകരണ സംഘത്തിൽ നിന്നും 75 ലക്ഷം രൂപ ആത്മഹത്യ ചെയ്ത ഇബ്രാഹിമിന് ലഭിക്കാനുണ്ടെന്നാണ് കുടുംബത്തിന്റെ പരാതി. അതേസമയം കോൺഗ്രസ് അറിയാതെയാണ് സൊസൈറ്റിയുടെ പ്രവർത്തനമെന്നായിരുന്നു DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ ഉൾപ്പെടെ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നത്. കോൺഗ്രസ് നേതാവ് സുധീർ കുമാർ സെക്രട്ടറിയായ കടത്തനാട് സഹകരണ സംഘത്തിൽ നിന്നും 75 ലക്ഷം രൂപ ആത്മഹത്യ ചെയ്ത ഇബ്രാഹിമിന് ലഭിക്കാനുണ്ടെന്നാണ് പരാതി. 2021 വർഷത്തിൽ ഇബ്രാഹിം 22 ലക്ഷം നിക്ഷേപിച്ചതിനു പുറമെ ബന്ധുക്കളുടെ പണവും ഇവിടെ നിക്ഷേപിച്ചിരുന്നു. പിന്നീട് നിക്ഷേപിച്ച തുക സൊസൈറ്റി തിരിച്ചു നൽകാൻ തയ്യാറായിരുന്നില്ലെന്നാണ് കുടുംബവും ആരോപിക്കുന്നത്. ഇത് ലഭിക്കാത്തതിനാൽ ഇബ്രാഹിം കടുത്ത മനോവിഷമത്തിലായിരുന്നു. ഇന്നലെ രാവിലെ സുധീർ കുമാറിന്റെ വീട്ടിലെത്തി പണം നൽകണമെന്നും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നും ഭീഷണി മുഴക്കി ഒടുവിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. വീട്ടുകാരും നാട്ടുകാരും ഓടിക്കൂടി ആശുപത്രിയിലെത്തിച്ചെങ്കിലും രാത്രിയോടെ ഇബ്രാഹിം മരണപ്പെട്ടു. അതേസമയം സൊസൈറ്റിയുമായി കോൺഗ്രസ് പാർട്ടിക്ക് ബന്ധമില്ലെന്നും ചില കോൺഗ്രസ് പ്രവർത്തകർക്കാണ് ബന്ധമുണ്ടായിരുന്നതെന്നും DCC പ്രസിഡന്റും MLAയുമായ അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ പ്രതികരിച്ചു.
പാർട്ടി നേതൃത്വം ഇത്തരമൊരു സൊസൈറ്റിയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. അത്തരം കോൺഗ്രസ്സുകാരെ പാർട്ടിയിൽ വെച്ചു പൊറുപ്പിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സൊസൈറ്റി കോൺഗ്രസുമായോ UDFോ യാതൊരു ബന്ധമില്ല, അഫിലിയേഷൻ ഇല്ല. പാർട്ടിയിൽ അഫിലിയേഷൻ ഇല്ലാത്ത എന്നാൽ പാർട്ടിക്കാരന് നേതൃത്വം കൊടുക്കുന്ന ഒരു സൊസൈറ്റിയാണിത്. കോൺഗ്രസ് പാർട്ടിയിലകത്തോ UDFിന് അഫിലിയേഷൻ ഇല്ല. പക്ഷെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം വളരെ ഗുരുതരമാണ്. അത് വളരെ ഗൗരവത്തോടെ പാർട്ടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. ഒപ്പം കോൺഗ്രസ് ലീഗ് നേതൃത്വത്തിന് പങ്കുണ്ടെന്നാരോപിച്ച് CPMഉം BJPയും രംഗത്തെത്തി. ഇബ്രാഹിമിന്റെ മരണം ആത്മഹത്യയല്ലെന്നും കൊലപാതകമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ലീഗ് കോൺഗ്രസ് ഉന്നത നേതാക്കളാണ് സൊസൈറ്റിയിലേക്ക് ധനസമാഹരണത്തിന് മുന്നിൽ നിന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാരും ലീഗുകാരും ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രധാനപ്പെട്ട സഹകരണ മേഖല പണസ്വരൂപണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയും അവസാനം എല്ലാവരെയും, നിക്ഷേപകരെയും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ വിഭാഗത്തെയും വഞ്ചിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ആത്മഹത്യ. യഥാർത്ഥ കൊലപാതകം തന്നെയാണ്. അതേസമയം സൊസൈറ്റി 1,69,00,000 നഷ്ടത്തിലായിരുന്നുവെന്നും മരിച്ച ഇബ്രാഹിം കുട്ടിയോട് പണം മടക്കി നൽകാൻ സൊസൈറ്റി ഭാരവാഹികൾ സാവകാശം ചോദിച്ചിരുന്നതായും വിവരമുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. അടുത്ത മാസം 9 കാലാവധി അവസാനിക്കാൻ പോകുന്ന റാങ്ക് പട്ടികയിൽ നിന്നും 43 പേർക്ക് അതിവേഗത്തിൽ നിയമനം. സബ് ഇൻസ്പെക്ടർ റാങ്ക് പട്ടികയിൽ നിന്നുമാണ് 43 പേർക്ക് നിയമനം നൽകാൻ ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ടത്. ഉദ്യോഗാർത്ഥികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടൽ. കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് റാങ്ക് പട്ടികയിലുള്ള 43 ഉദ്യോഗാർത്ഥികളുടെ രക്ഷകനായി ആഭ്യന്തരമന്ത്രി എത്തുന്നത്. 2025 ജൂൺ 9 PSC നടത്തിയ സബ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നത്. ഇതിന്റെ കാലാവധി അടുത്ത മാസം 9 അവസാനിക്കും. PSC റാങ്ക് പട്ടികകളുടെ കാലാവധി സർക്കാർ നീട്ടിയെങ്കിലും ആ ഉത്തരവ് ഇവർക്ക് ബാധകമല്ലാതെ വന്നിരുന്നു. ഇതോടെ ഉദ്യോഗാർത്ഥികളുടെ ജോലി നഷ്ടപ്പെടുമെന്ന സ്ഥിതി വന്നു. തുടർന്ന് ഉദ്യോഗാർത്ഥികൾ ആഭ്യന്തരമന്ത്രിയെ സമീപിച്ച് തങ്ങളുടെ അവസ്ഥ പങ്കുവച്ചു. ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായത്. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് ആഭ്യന്തര വകുപ്പിന് രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. അങ്ങനെ 43 പേർക്ക് അതിവേഗത്തിൽ നിയമനം നൽകാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം ലഭിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കാസർഗോഡ് പെരിയ ഇരട്ട കൊലപാതക കേസിൽ കൂട്ടപ്പരോൾ അനുവദിച്ചതിൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങാനിരുന്ന 4 പ്രതികളുടെ പരോൾ താൽക്കാലികമായി തടഞ്ഞു. ആഭ്യന്തര വകുപ്പ് അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ പ്രതികളെ പുറത്തിറക്കില്ല. 1-ാം പ്രതി പീതാംബരൻ ഉൾപ്പെടെ 6 പ്രതികൾ ഇറങ്ങിയതിന് പിന്നാലെയാണ് കൂട്ടപ്പരോൾ വിവാദമായത്. ചട്ടങ്ങൾ ലംഘിച്ച് എല്ലാ പ്രതികൾക്കും ഒരുമിച്ച് പരോൾ നൽകിയെന്നായിരുന്നു പരാതി. ഇത് സംബന്ധിച്ച് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബം ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നുവരുന്നു. കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാർ ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഇക്കാര്യം ഗവർണറുടെ ഓഫീസിനെ ഔദ്യോഗികമായി അറിയിച്ചു. ലവ് ഭവനിൽ വെച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനാണ് തീരുമാനം. DK ശിവകുമാറിനൊപ്പം 9 MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്യും. 3-ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നവരിൽ G പരമേശ്വരയും KJ ജോർജും ഉണ്ടാകും. അതേസമയം സിദ്ധരാമയ്യെ കോർ കമ്മിറ്റി ചെയർമാനാക്കാൻ ധാരണയായി. കോർ കമ്മിറ്റിയുടെ ചർച്ച ചെയ്ത ശേഷമായിരിക്കും പ്രധാന തീരുമാനങ്ങൾ എടുക്കുക. സിദ്ധരാമയ്യ ഉൾപ്പെടെ 10 പേരാകും കോർ കമ്മിറ്റിയിലെ അംഗങ്ങൾ. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി അല്പസമയത്തിനകം കോഴിക്കോട്ടേക്ക് എത്തും. വെള്ളിമാടുകുന്ന് മാതാ അമൃതാനന്ദമയി മഠത്തിലെ ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിൽ പങ്കെടുക്കാനായാണ് 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അമ്മ നഗരത്തിൽ എത്തുന്നത്. മംഗലാപുരത്തെ പരിപാടിക്ക് ശേഷമാണ് കോഴിക്കോട്ടേക്കുള്ള സന്ദർശനം. മെയ് 31, ജൂൺ 1 തീയതികളിലായി വെള്ളിമാടുകുന്ന് ആശ്രമത്തിൽ മഹോത്സവം നടക്കുക. വൈകിട്ടോടെ എത്തുന്ന അമ്മയെ മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ പൂർണ്ണ കുംഭം നൽകി സ്വീകരിക്കും. മഠത്തിലെ മുതിർന്ന സന്യാസി ശിഷ്യരും അന്തേവാസികളും അമ്മയെ അനുഗമിക്കുന്നുണ്ട്. 2 ദിവസവും രാവിലെ 11-ന് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലെത്തുന്ന അമ്മയെ വിശിഷ്ട വ്യക്തികൾ സ്വീകരിക്കും. തുടർന്ന് മഠത്തിന്റെ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ധ്യാനം, സത്സംഗം, ഭജന, ഭക്തർക്കുള്ള ദർശനം എന്നിവയും നടക്കും. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും അനഘ ചേരുന്നുണ്ട്. അനഘ, സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി അല്പസമയത്തിനകം കോഴിക്കോട്ടേക്ക്
എത്തുകയാണ്. ഭക്തർക്ക് സായുജ്യമാകുന്ന മണിക്കൂറിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണല്ലോ അമ്മ എത്തുന്നത്. ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണോ? പ്രധാന ചടങ്ങുകൾ എന്തൊക്കെ? മറ്റു വിവരങ്ങൾ. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി അല്പസമയത്തിനകം കോഴിക്കോട്ടേക്കെത്തും. വെള്ളിമാടുകുന്ന് മാതാ അമൃതാനന്ദമയി മഠത്തിലെ ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിൽ പങ്കെടുക്കാനാണ് 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അമ്മ നഗരത്തിൽ എത്തുന്നത്. മംഗലാപുരത്തെ പരിപാടിക്ക് ശേഷമാണ് കോഴിക്കോട്ടേക്കുള്ള സന്ദർശനം. മെയ് 31, ജൂൺ 1 തീയതികളിലാണ് വെള്ളിമാടുകുന്ന് ആശ്രമത്തിൽ മഹോത്സവം നടക്കുക. വൈകിട്ടോടെ എത്തുന്ന അമ്മയെ മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ പൂർണ്ണ കുംഭം നൽകി സ്വീകരിക്കും. മഠത്തിലെ മുതിർന്ന സന്യാസി ശിഷ്യരും അന്തേവാസികളും അമ്മയെ അനുഗമിക്കുന്നുണ്ട്. 2 ദിവസവും രാവിലെ 11-ന് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലെത്തുന്ന അമ്മയെ വിശിഷ്ട വ്യക്തികൾ സ്വീകരിക്കും. വിവരങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്നും അനഘയുണ്ട്. അനഘ, അല്പസമയത്തിനകം അമ്മ അവിടേക്കെത്തും. ഭക്തജനങ്ങൾക്ക് സായുജ്യത്തിൻ്റെ മണിക്കൂറുകളാണ് ഇനി എന്നുള്ളതാണ്. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അമ്മ എത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ വിവരങ്ങൾ? ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണോ? ഇന്നത്തെ മറ്റു പ്രധാന പരിപാടികൾ എങ്ങനെ? വിവരങ്ങൾ. തീർച്ചയായും ഇന്ന് വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ഈ മഠത്തിൽ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ മാതാ അമൃതാനന്ദമയി ദേവി അമ്മ ഇവിടെ എത്തിച്ചേരും. 100 കണക്കിന് ആളുകളാണ് അമ്മയെ കാണുവാനായി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. സുരക്ഷകളെല്ലാം തന്നെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നാളെയും ജൂൺ 1-ാം തീയതിയുമാണ് ഈ വെള്ളിമാടുകുന്നിലെ ആശ്രമത്തിൽ ഈ മഹോത്സവം നടക്കുക. ഇന്ന് വൈകിട്ടോടെ എത്തുന്ന മാതാ അമൃതാനന്ദമയിയെ മഠാധിപതിയായിട്ടുള്ള സ്വാമി വിവേകാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ പൂർണ്ണ കുംഭം നൽകി സ്വീകരിക്കും. അതിനുശേഷം മഠത്തിലെ മുതിർന്ന സന്യാസ ശിഷ്യരും അന്തേവാസികളും അമ്മയെ അനുഗമിക്കുകയടക്കം ചെയ്യും. ഏതായാലും 2 ദിവസം, അതായത് നാളെ രാവിലെ 11 മണിക്ക് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലെത്തുന്ന അമ്മയെ വിശിഷ്ട വ്യക്തികളടക്കം സ്വീകരിക്കും. തുടർന്ന് മഠത്തിൻ്റെ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഉദ്ഘാടനവും ധ്യാനം, സത്സംഗം, ഭജന, ഭക്തർക്കുള്ള ദർശനം എന്നിവയും നടക്കുന്നതായിരിക്കും. ഏതായാലും ഈ മഹോത്സവത്തിൽ പങ്കെടുക്കാനായി ഈ മഠത്തിൽ എത്തിച്ചേരുന്ന ഭക്തർക്കായി വെള്ളിമാടുകുന്നിലെ ആശ്രമത്തിലും ബ്രഹ്മസ്ഥാന പരിസരത്തുമടക്കം വിപുലമായിട്ടുള്ള സൗകര്യങ്ങളും അന്നദാനത്തിനുള്ള ക്രമീകരണങ്ങളും അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും മാതാ അമൃതാനന്ദമയി ദേവി അമ്മ അല്പസമയത്തിനുള്ളിൽ കോഴിക്കോടെത്തും. നിലവിലിപ്പോൾ തലശ്ശേരിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. കൊയിലാണ്ടി കടന്നിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ, അതായത് ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടെ അമ്മ എത്തിച്ചേരും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഭക്തരെല്ലാം തന്നെ തികഞ്ഞ പ്രാർത്ഥനയോടുകൂടി തന്നെ ഇവിടെ തങ്ങളുടെ അമ്മയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ശരി അനഘ, എന്തായാലും അമ്മ അല്പസമയത്തിനകം കോഴിക്കോടേക്ക് എത്തും. കാത്തിരിക്കുകയാണ് ഭക്ത ലക്ഷങ്ങൾ എന്നുള്ളതാണ്. 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അമ്മയെ ഒരു നോക്ക് കാണാൻ, ആ സായുജ്യമടയാൻ വേണ്ടി കാത്തിരിക്കുന്നത്. എന്തായാലും മഹോത്സവത്തിൽ പങ്കെടുക്കാനെത്തുന്ന ഭക്തർക്കായി വെള്ളിമാടുകുന്ന ആശ്രമത്തിലും ബ്രഹ്മസ്ഥാന പരിസരത്തും വിപുലമായ സൗകര്യങ്ങളും അന്നദാനത്തിനുള്ള ക്രമീകരണങ്ങളുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വാർത്തയിലേക്ക്. തൃശൂർ കാട്ടുപുറം ശ്രീ വേട്ടക്കാരൻ ക്ഷേത്രത്തിലെ പാട്ടു മഹോത്സവത്തിന് സമാപനമായി. 12,000 കൂടിയായിരുന്നു സമാപനം. 12,000 നാളികേരം ഏറെ നടക്കുന്ന കേരളത്തിലെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാട്ടുപുറം ശ്രീ വേട്ടക്കാരൻ ക്ഷേത്രം. തന്ത്രി കരുവാട്ടു ഭട്ടതിരിപ്പാട്, ചേലക്കര താമരശ്ശേരി മനക്കൽ മാധവാനന്ദ ഭട്ടതിരി, കമ്മിറ്റി അംഗങ്ങളായ ജയരാജ് മേനോൻ, മാധവൻ കുറത്തേടത്ത്, രാജേഷ് നായർ, മറ്റു ഭാരവാഹികൾ എന്നിവർ നേതൃത്വം കൊടുത്തു. വിനേഷ് ഫോഗട്ടിന് ഏഷ്യൻ ഗെയിംസിലേക്ക് യോഗ്യത നേടാനായില്ല. യോഗ്യതാ ട്രയൽസിൽ വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗം സെമി ഫൈനലിൽ
ഫോഗട്ട് പരാജയപ്പെട്ടു. ആവേശകരമായ പോരാട്ടത്തിൽ മീനാക്ഷി ഗോയാദിനോട് 6-4 എന്ന സ്കോറിനാണ് താരം പരാജയപ്പെട്ടത്. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും പ്രത്യേക അനുമതിയോടെ ട്രയൽസിലെത്തിയ വിനേഷ് ആദ്യ റൗണ്ടിൽ ഹരിയാന സ്വദേശി ജ്യോതിയെ 7-1 എന്ന നിലയിലും രണ്ടാം റൗണ്ടിൽ നിഷുവിനെ 7-6 എന്ന സ്കോറിനും പരാജയപ്പെടുത്തിയാണ് സെമി ഫൈനലിൽ പ്രവേശിച്ചത്. റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ കടുത്ത എതിർപ്പുകൾ മറികടന്നാണ് വിനേഷ് ഈ ഏഷ്യൻ ഗെയിംസ് സെലക്ഷൻ ട്രയൽസിൽ മത്സരിക്കാൻ എത്തിയത്.